കോൺഗ്രസിന്റെ DGP ഓഫീസ് മാർച്ചാണ് ഇപ്പോൾ പെട്ടെന്ന് സംഘർഷത്തിലേക്ക് നയിച്ചത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു, കണ്ണീർ വാതകശല്യങ്ങൾ പ്രയോഗിച്ചു. കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പോലീസിന് നേരെ കല്ലേറുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പ്രവർത്തകർ അവിടെ നിന്ന് മാറുകയാണ്. നേരത്തെ നേതാക്കൾ പറഞ്ഞിരുന്നു സമാധാനത്തോടെ മുന്നോട്ട് പോകണമെന്നാണ് നേതാക്കൾ നിർദ്ദേശിച്ചത്. നേരത്തെ അല്പസമയങ്ങൾക്ക് മുൻപാണ് DGP ഓഫീസിലേക്ക് മുതിർന്ന നേതാക്കൾ മുൻപിൽ കെ സുധാകരൻ, VD സതീശൻ, രമേശ് ചെന്നിത്തല, MM ഹസൻ തുടങ്ങിയ നേതാക്കൾ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ മാർച്ച് DGP ഓഫീസിലേക്ക് എത്തിയത്. ഓഫീസിന്റെ സമീപത്ത് വെച്ച് തന്നെ പോലീസ് മാർച്ച് തടഞ്ഞു. അവിടെ തയ്യാറാക്കിയിരുന്ന വേദിയിൽ കെ സുധാകരൻ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. പിന്നാലെ VD സതീശൻ സംസാരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ജലപീരങ്കി പ്രയോഗമുണ്ടായത്. കണ്ണീർ വാതകശല്യങ്ങളും പോലീസ് പ്രയോഗിച്ചു. പ്രവർത്തകർ പോലീസിനെതിരെ കല്ലേറ് നടത്തി എന്നും മനസ്സിലാകുന്നു. ആരാണ് ആദ്യ പ്രകോപനമാരുടെ ഭാഗത്താണെന്ന് വ്യക്തമല്ല. അത് വഴിയെ സ്ഥിരീകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും മാർച്ചിൽ സംഘർഷം ഉണ്ടായിരിക്കുന്നുവെന്നാണ്. കണ്ണീർ വാതകശല്യം പ്രയോഗിച്ചതിന്റെ അസ്വസ്ഥത പൊതുവെ പ്രവർത്തകർക്കെല്ലാം അനുഭവപ്പെടുന്നുണ്ട്. നൂറുകണക്കിന് പ്രവർത്തകരാണ് പ്രതിഷേധ ഈ മാർച്ചിൽ പങ്കെടുത്തത്. നവകേരള സദസ്സ് തുടങ്ങിയത് മുതൽ ആരംഭിച്ച സംഘർഷാവസ്ഥയുടെ ഒരു അവസാനം എന്ന നിലയ്ക്കാണ് ഇന്ന് ഈ പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചത്. DYFI പ്രവർത്തകർ വലിയ തോതിൽ നവകേരള സദസ്സിനുടനീളം കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്ന കാഴ്ച കണ്ടാണ്. അതിനൊക്കെ തങ്ങൾ മറുപടി നൽകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസമൊക്കെ പ്രഖ്യാപിച്ചത്. ആഷ്ലി ചേരുന്ന ആഷ്ലി സുരക്ഷിതയാണെന്ന് കരുതുന്നു. എന്താണ് സ്ഥിതി അവിടെ? ദിവിഷയെ കുറച്ചു മുൻപാണ് കോൺഗ്രസ് പ്രവർത്തകർ ഒന്നിച്ചുകൂടി പോലീസ് തീർത്ത ബാരിക്കേഡുകൾ തള്ളി മറികടന്ന് കടക്കാൻ ശ്രമിച്ചത്. അതിനുശേഷം പോലീസ് ഇവരെ തടയുകയും പിന്നീട് ജലപീരങ്കി ഇവർക്ക് നേരെ പ്രയോഗിക്കുകയും ചെയ്തു. ഒന്നാം വട്ടം ജലപീരങ്കി പ്രയോഗിച്ച ശേഷം പിന്നീട് പ്രവർത്തകർ വലിയ രീതിയിൽ കല്ലുകൾ പോലീസിന് നേരെ വലിച്ചെറിഞ്ഞു. കല്ലുകളും അതുപോലെ തന്നെ വലിയ പട്ടികകളും വലിച്ചെറിഞ്ഞു. പിന്നീട് വീണ്ടും പോലീസ് ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ പായിക്കുകയാണ് ചെയ്തത്. കല്ലേറിൽ മാധ്യമപ്രവർത്തകർക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഈ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ കണ്ടതുപോലെ തന്നെയുള്ള വലിയ അക്രമ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. കോൺഗ്രസ് നേതാക്കൾ മറ്റൊരു വേദിയിൽ പ്രസംഗിക്കുമ്പോഴാണ് തികച്ചും അപ്രതീക്ഷിതമായി തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡുകൾ തള്ളി മറികടക്കാൻ ശ്രമിച്ചത്. ആദ്യം എല്ലാവരും തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വിചാരിച്ചിരുന്നത് നേതാക്കൾ സംസാരിച്ച് പിരിഞ്ഞു പോയ ശേഷം പ്രവർത്തകർ പ്രതിഷേധമായി എത്തുമെന്നായിരുന്നു. പക്ഷേ അതിനെല്ലാം തന്നെ മറികടന്നുകൊണ്ടുള്ള അപ്രതീക്ഷിതമായ നീക്കമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. DGP ഓഫീസിന് നേരെ മുൻപിൽ തന്നെ തീർത്ത ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിക്കുകയായിരുന്നു ആദ്യം. പിന്നീട് ഇവർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച ശേഷമാണ് പ്രവർത്തകർ തങ്ങളുടെ കയ്യിൽ വലിയ കല്ലുകൾ പോലീസിന് നേരെ ചെറിയാൻ ശ്രമിച്ചത്. ഈ കല്ലുകൾ മാധ്യമപ്രവർത്തകർക്ക് നേരെയും കല്ലുകളേറ്റ് മാധ്യമപ്രവർത്തകർക്കും പരിക്കുകൾ ഉണ്ടായി. എന്തായാലും ഇപ്പോഴും ഇവിടെ അക്രമ സംഭവങ്ങൾ തുടരുക തന്നെയാണ്. പ്രവർത്തകർ മാത്രമാണോ ഇപ്പോൾ? നേതാക്കളും അവിടെ നിൽക്കുന്നുണ്ടോ? പരിപാടി വിജയിപ്പിക്കും. നമ്മളെ ഒന്നിച്ചു നൽകാൻ പറ്റുന്ന വിവരങ്ങൾ പറയാം. സെൻട്രൽ നിയോജക മണ്ഡലത്തിൽ വലിയ തുറമുണ്ട് പരിപാടി